പ്രജു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കമൻറ്റ് ബോക്സിലെ ഒരു കമൻറ്റ് വായിക്കാം. അവളെ നീ കൊന്നു കളഞ്ഞല്ലോ മൈ രേ എന്ന് പറഞ്ഞിട്ടാണ്. ലിവിങ് ദ ലൈഫ് അറ്റ് ദ ഫുള്ളസ്റ്റ്. ആലോചിച്ച് നോക്കണം, ലിവിങ് ദ ലൈഫ് അറ്റ് ഫുള്ളസ്റ്റ്. എല്ലാ അർത്ഥത്തിലും ജീവിതം എല്ലാ തരത്തിലും ആസ്വദിക്കണമെന്ന് ഏറ്റവും വലിയ വിശാലാർത്ഥത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അത് മുഴുവൻ ആസ്വദിച്ച് ജീവിക്കണം. കറന്തങ്കാട്ട് ഉമാവതിയുടെ മകൾ പ്രീതികയാണ് കാണാതായത്. പ്രീതിക എന്ന് പറയുന്ന പുള്ളിക്കാരത്തി, അഥവാ ഈ പറയുന്ന ഇത് ഇവരുടെ ഹസ്ബൻഡായിരുന്ന പുള്ളിക്കാരൻ പ്രജ്വൽ അങ്ങനത്തല്ലേ, അയാൾക്കൊപ്പം പോയി എന്ന് പറയുന്ന ആ പ്രീതി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ചില സത്യങ്ങൾ അത് ചിലപ്പോൾ മറ്റുള്ളവർ അറിയണം എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മളെ പലരും കോൺടാക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ റിവീലാവും. ഓക്കെ, നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലാവണം. കാരണം ചിന്നു പാപ്പു ആദ്യം തന്നെ അകാലത്തിൽ പൊലിഞ്ഞ ആ കുട്ടിക്ക് ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആത്മാർത്ഥമായി. പിന്നെ ഇത് കാണുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പ്രായമുള്ളവർ, എല്ലാവരോടും എനിക്ക് പറയാനുള്ള റിക്വസ്റ്റാണ്, റീൽ അല്ല റിയൽ ലൈഫ്. സോഷ്യൽ മീഡിയ കാണുന്ന ഞാനടക്കമുള്ള ആര് പറഞ്ഞാലും അത് കൊണയായിട്ടും അതൊരു കോണ്ടൻ്റായിട്ടും കോണ്ടൻറ്റ് ക്രിയേഷൻ്റെ പാർട്ടായിട്ട് എന്താണ് ഒരു വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതായിട്ട് കാണുക. അത് അവരുടെ റിയൽ ലൈഫ് അല്ല. അതിന് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഈ ജീവിതമെല്ലാം ഒടുങ്ങി ഇനി മരണത്തിലേക്ക് നടന്നു കയറാമെന്ന് ചിന്തിക്കുന്നതിൻ്റെ 100% മതി നിങ്ങൾക്കിവിടെ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു തൻ്റെ പെയിൻ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്ത് അതൊന്നും പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാം. എന്നിരിക്കെ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകാം കേട്ടോ. വെറുതെ അല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെറുതെ ഉള്ളൊരു നടന്നു പോക്കല്ല ജീവിതം വിട്ടിട്ട്. ഇതിന് കാരണമുണ്ട്. ചിന്നു പാപ്പു ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം കാണുന്നത്. ഇപ്പം നമ്മളെല്ലാം കാണുന്നത് ഇൻഫ്ലുവൻസറുടെ ഒരു മരണം എന്നുള്ള രീതിയിലേക്ക് കാണുന്നത്. ചിന്നു പാപ്പു 209K ഫോളോവേഴ്സുള്ള ഈ കുട്ടിയുടെ വീഡിയോസ് പല സമയങ്ങളിൽ റാൻഡമായിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. കാരണം പ്രാദേശികമായിട്ടുള്ള കാസർഗോഡ് ഭാഷ ശരിക്കും അധികം നമ്മൾ ആരും സംസാരിച്ച് കേട്ടിട്ടില്ലെങ്കിലും ഈ കുട്ടിയുടെ ഈ ഒരു പേജിലൂടെ ഒത്തിരി വീഡിയോസ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള ഭാഷാശൈലി പ്രയോഗം, അത് കാസർഗോഡാണെങ്കിലും ഇവിടെ പാറശാലയാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പം എല്ലാ സ്ലാങ് ഡിഫറൻസ് ആണ്, ശൈലി. അപ്പം അതുപോലത്തെ ഒരു ശൈലിയിലൂടെ എല്ലാവരുടെയും മനസ്സിൻ്റെ തിടം പിടിച്ചൊരു പെൺകുട്ടിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 20 വയസ്സോ 22 വയസ്സിന് താഴെയാണ് ഈ കുട്ടിയുടെ പ്രായം. വളരെ പ്രായമില്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു ജീവിതം അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം അന്വേഷണത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വിധി എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഹേ ഗൈസ്, അപ്പൊ ചൂറ് ബസല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് ബസല എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ലേ വെക്കുന്നത്, പക്ഷെ ഇന്ന് ഞമ്മ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ട് ഒരു കറി വെച്ചെങ്ങണ്ടേ. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന കാര്യം പറയുന്നില്ല. കുറച്ച് ബഗിടപ്പയർ, തക്കാളി, നീരുള്ളി, ഒരു പച്ചമുളക്. ഇനി ബഗിടപ്പയർ എന്ന് പറയും പയറിന്. അതിനെ വേഗം വെക്കുക. പിന്നെ ഇതിനുള്ള അരപ്പിന് തേങ്ങ എടുക്കുക. അതായത് എത്ര തേങ്ങ വേണോ അത്ര തേങ്ങ എടുക്കുക. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കൊത്തമ്പാരി പൊടി, ഗരം മസാല, പിന്നെ 4 മുളക്. കുട്ടി വളരെ സന്തോഷത്തോടുകൂടി 4-5 മുളകില്ലേ ചുട്ടിട്ട് 6 ദിവസത്തിന് മുമ്പ് ഇട്ട വീഡിയോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ആ കമൻറ്റ് ബോക്സ് ഇപ്പോൾ ആദരാഞ്ജലികൾ, അതോടൊപ്പം തന്നെ പ്രണാമം, അങ്ങനെ എല്ലാവരും യാത്ര വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് നീ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതേ സമയത്ത് മറ്റൊരിടത്ത് അവളെ ആത്മഹത്യ ചെയ്തു, അവൾ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വേറൊരുത്തൻ്റെ കമൻറ്റ് ബോക്സിൽ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനെപ്പോഴും പറയുന്നു, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഈ കുട്ടിയുടെ ലൈഫ് വമ്പൻ ട്രാജഡിയാണ്. ഈ കുട്ടിയുടെ പ്രൊഫൈൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ആരൊക്കെ പറയുന്ന കേട്ടു, ലിവിങ് ദ ലൈഫ് അറ്റ് ദ ഫുള്ളസ്റ്റ്. ആലോചിച്ച് നോക്കണം, ലിവിങ് ദ ലൈഫ് അറ്റ് ഫുള്ളസ്റ്റ്. എല്ലാ അർത്ഥത്തിലും ജീവിതം എല്ലാ തരത്തിലും ആസ്വദിക്കണമെന്ന് ഏറ്റവും വലിയ വിശാലാർത്ഥത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അത് മുഴുവൻ ആസ്വദിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് ഇന്ന് ജീവിതം അവസാനിപ്പിച്ച് പോയിരിക്കുന്നതും കൂടെ ചിന്തിക്കുക. ശരീരം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. എന്തിന് പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പെയിനിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഇത് കൊണയായിട്ടോ ഡയലോഗായിട്ടോ എന്ത് വേണം കാണാം. ഇത് ഈ നിമിഷം നിങ്ങൾക്കത് നിർത്തിയിട്ട് പോകാം. എനിക്ക് പറയാനുള്ളത് കുറേ മനുഷ്യജീവികളെ കുറിച്ച് തന്നെയാണ്. അതായത് ഒരാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ സ്വന്തം ജീവൻ്റെ ജീവനായിരുന്ന ഒരാൾ, അയാൾക്ക് മറ്റൊരാളുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാകുന്നു.
ആ ഒരു വ്യക്തിയുമായിട്ട് ജീവിതം പങ്കിടാൻ വേണ്ടിയിട്ട് അവർ വേറൊരു വഴിക്ക് യാത്ര തിരിക്കുന്നു. ആ യാത്രയിൽ അവസാനം അയാൾ അവർക്കൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇവരെ ഒരു നിമിഷം കൊണ്ട് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയെ ഇതിലേക്ക് ചേർക്കാനോ തുന്നിച്ചേർക്കാനോ മറ്റൊരാളെ പകരക്കാരനായിട്ട് കാണാനോ കഴിയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് പരുന്തിൻ്റെ കഥ കേട്ടതുപോലെ ഏതെങ്കിലും മലമുകളിൽ പോയിരുന്ന് പല്ലും നഖവും അതുപോലെ തന്നെ കൊക്കും നഖവും തൂവലും കൊഴിഞ്ഞു പോയിട്ട് അവസാനം ആ ഒരു എവല്യൂഷൻ അതെല്ലാം തരണം ചെയ്തൊരു പ്രോസസ്സിലൂടെ ശക്തമായി തിരിച്ചു വരാം. അത് ഗിവപ്പ് നെവർ ഗിവപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലിൽ. മറ്റത് സർവൈവ് ചെയ്ത് വരുന്നതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്. ഇല്ല, എനിക്കിനി കഴിയില്ല, എൻ്റെ ജീവിതം ഇവിടെ തീരുന്നു, ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങി, പക്ഷേ നീ എൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ നീ ഇന്നില്ല. ആ നീ ഇല്ലാത്ത ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും? നീ അവിടെ സന്തോഷത്തോടെ നിൽക്കുന്നത് നിൻ്റെ ഓരോ ഇത് കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ നീ ഉണ്ടാവേണ്ടത് ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നീ അവിടെ നിൽക്കുന്നത് എന്നോട് കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹൃദയം പറിച്ചെടുത്തിട്ടാണ് നീ പോയത്. അതുകൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ ഇനി പറ്റില്ല എന്ന് ഒരു സാക്ഷ്യമൊഴിയാണ് ഈ ഒരു ജീവിതത്തിൻ്റെ അവസാനിപ്പിക്കലിലേക്ക് വരാം. നമുക്ക് കാര്യത്തിലേക്ക് സാഹിത്യമൊന്നും പറയുന്നതല്ലേ, ഞാൻ ഉള്ളുരുകി തന്നെ പറയുന്നതാണ്. ഞാനൊരു മനുഷ്യനാണ്, അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. കാരണം എന്തൊക്കെ പറയുമ്പോൾ അതിവൈകാരികതയൊക്കെ കടന്നു വരുന്നെങ്കിൽ അതിനങ്ങനെ തന്നെ കണ്ടാൽ മതി. ഇനിയുള്ളത് ചില കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം വരാം. അതായത് എനിക്ക് ചില ആൾക്കാർ ചില സ്ഥലങ്ങളിൽ നിന്ന് മെസ്സേജ് അയച്ചിൻ്റെ മനസ്സിലായെന്ന് വെച്ചാൽ ഇവരെ അധികം എവിടെ കൂടിയൊക്കെ അറിയാം ഫേക്ക് ഐഡികളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കണമല്ലോ. അതിനകത്ത് ജനുവരി 19, 2026, അതായത് കഴിഞ്ഞ മാസം 19-ാം തീയതി 2026 ഒരു ന്യൂസ്, ഇതൊക്കെ ഞാൻ വായിക്കാം. അന്ന് ഈ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡായിട്ടുള്ള പ്രജ്വൽ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു പെൺകുട്ടി, 20 വയസ്സായ ഒരു പെൺകുട്ടി, അവളുടെ പേര് പ്രീതിക എന്ന് പറയുന്നൊരു പുള്ളിക്കാരിയുമായിട്ട് ഇദ്ദേഹം നാടുവിടുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ഇവർ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ എന്തോ സറണ്ടർ ആവുന്നു. അതിൻ്റെ കാരണം ഈ പ്രീതിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയും ആ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡും, ആ പെൺകുട്ടിക്ക് ഹസ്ബൻഡുണ്ട്, അവരുടെ ഹസ്ബൻഡും കംപ്ലൈൻറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവുന്നു 2026 ജനുവരി 19-ാം തീയതി. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം പ്രീതികയും ഈ പറയുന്ന പ്രജ്വൽ എന്ന് പറഞ്ഞ ഇവരുടെ ഹസ്ബൻഡും ഒക്കെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു 1 year ആയിട്ട് അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ പോകുന്നു. പിന്നെ അവർ ലിവിങ് ടുഗദറോ അങ്ങനെ എന്തൊക്കെ സ്റ്റാർട്ടാവുന്നുണ്ട്. മേ ബി അത് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു പെയിൻ സെറ്റപ്പ്. പിന്നെ അറിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ മ്യൂച്വലി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. കാരണം ഒരാൾ കളഞ്ഞിട്ട് പോയി, അതിനുശേഷം പിന്നെ അയാളെ നമുക്ക് തിരിച്ച് വിളിക്കുന്നതിന് പരിധിയുണ്ട്. അയാൾ വേറൊരാളോടൊപ്പം ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ അകത്തുള്ള ഒരു റീസൺ. ഇനി അടുത്ത് ഇതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ചിന്തടേ കൊന്ന് കളഞ്ഞല്ലോടാ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പെയിൻ എന്ന് പറയുമ്പം ആണ് പെണ്ണ് പെയിനൊന്നുമില്ല, മനുഷ്യൻ്റെ പെയിനുണ്ട്. കാസർഗോഡ് ജനുവരി 21, 2026 കേട്ടോ ന്യൂസ് വന്നേക്കുന്നത് ലോക്കൽ ന്യൂസാണ്. ജനുവരി 21, ശ്രദ്ധിച്ചേക്കണം, 21, 2020 ലോക്കൽ ന്യൂസാണ്. കാസർഗോഡ് ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ യുവതിയെ കാണാതായതായി പരാതി. ഭർത്തൃ വീട്ടിൽ നിന്ന് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങിയ യുവതിയെ കാണാതായെന്ന് പരാതി. കാസർഗോഡ് കറന്തങ്കാട്ട് ഉമാവതിയുടെ മകൾ പ്രീതികയാണ് കാണാതായത്. പ്രീതിക എന്ന് പറയുന്ന പുള്ളിക്കാരത്തി, അഥവാ ഈ പറയുന്ന ഇവരുടെ ഹസ്ബൻഡായിരുന്ന പുള്ളിക്കാരൻ പ്രജ്വൽ, അങ്ങനത്തെ അയാൾക്കൊപ്പം പോയി എന്ന് പറയുന്ന ആ പ്രീതിക അവരുടെ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി. അതിനുശേഷം ആ പെൺകുട്ടിയെ കാണാതാകുന്നു. കാസർഗോഡ് കറന്തങ്കാട്ട് ഉമാവതിയുടെ മകൾ പ്രീതികയാണ് കാണാതായത്. തിങ്കളാഴ്ച വൈകുന്നേരം 5:30 മണിയോടെ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. അതിനുശേഷം മകൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് മാതാവ് നൽകിയ പരാതി പറഞ്ഞു. കാസർഗോഡ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇത് നടന്നേക്കുന്നത് ജനുവരി 21, 2026. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നത്തെ ഡേറ്റ് ആട്ടോ, ഫെബ്രുവരി 9. ഇന്നത്തെ കാണിക്കുമല്ലോ, അതിൻ്റെ മുകളിൽ കാണിച്ചേക്കുന്ന തെറ്റ് പറ്റരുത്. ഇത് നടന്നേക്കുന്നത് ജനുവരി 21-ാം തീയതി, അഥവാ 21-ാം തീയതിയാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം
ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു സംഭവം. അതിനുശേഷം അവർ സ്റ്റേഷനിൽ സറണ്ടർ ആവുന്നു. സറണ്ടർ ആയതിനു ശേഷം എന്തായി, അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി ഇവർ തമ്മിൽ മ്യൂച്വലി ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള സംഭവം ജോയിൻറ്റ് പെറ്റീഷനിൽ ഒപ്പിടേണ്ടി വരുന്നു. മാനസികമായിട്ട് പിന്നെ പറ്റത്തില്ലല്ലോ, ജീവനോട് പിന്നെ അവർക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തി. ഇനി ഈ മഹാനായ ആ താരം നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമല്ലോ. ഈ പ്രജു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കമൻറ്റ് ബോക്സിലെ ഒരു കമൻറ്റ് വായിക്കാം. അവളെ നീ കൊന്നു കളഞ്ഞല്ലോ മൈ രേ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് ഈ കുട്ടിയുടെ അഥവാ 21 പേര് ആ ഒരു കമൻറ്റ് ബോക്സ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ ഇതറിയുന്നവർ തന്നെ ആയിരിക്കുമല്ലോ ഈ കമൻറ്റ് ബോക്സ്, ഇദ്ദേഹത്തിൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ഇട്ടേക്കുന്നത് അല്ലേ. അതിന് മുമ്പ് ഡിസംബറിലൊക്കെ ഉള്ള പോസ്റ്റുകളൊക്കെ ഉള്ളൂ. അഥവാ ലാസ്റ്റ് 2 ഫോട്ടോ അദ്ദേഹം ഇട്ടേക്കുന്നത് ജനുവരി 28-ാം തീയതിയും അതിനുശേഷം ജനുവരി 31-ാം തീയതിയും. ഈ പെൺകുട്ടിയുടെ അത് രണ്ടാമത് ഇട്ടേക്കുന്ന ഫോട്ടോയ്ക്കകത്തും വേറെ കമൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കട്ടെ, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എന്തല്ലേ, അവൾ ആത്മഹത്യ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ആരോ പോയി എവിടെയും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കമൻറ്റ്. ഇവർക്കിടയിൽ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇദ്ദേഹവും അവരും തമ്മിലുള്ള അകൽച്ചകൾ ഏതൊക്കെ തരത്തിലായിരുന്നു എന്നും അറിയില്ല. വേറൊരു ആ കുട്ടിയുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തൊരു കമൻറ്റ്, എന്താണ് പ്രശ്നം ആർക്കെങ്കിലും അറിയുമോ? എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും ഈ പ്രായത്തിൽ കുട്ടി എന്തിന് ഈ കടുകൈ ചെയ്തു എന്നുള്ളത്. കുടുംബ പ്രശ്നം എന്നാണ് ന്യൂസിൽ കേട്ടത് എന്നാണ്. കാസർഗോഡ് ഇൻഫ്ലുവൻസർ ജീവനൊടുക്കിയ നിലയിൽ അതുൽ സ്വദേശി ചിന്നു പാപ്പുവാണ് ജീവനൊടുക്കിയത്. വാടക കോട്ടേഴ്സ് തൂങ്ങി മരിച്ച നിലയാണ് അദ്ദേഹം കണ്ടെത്തിയത്. കുടുംബ പ്രശ്നമാണെന്ന് ജീവനൊടുക്കാരനെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ മുമ്പിലുള്ള ഡീറ്റെയിൽസ്. ഇതിനിടയിൽ ഇഴകീറി എന്താ സംഭവിച്ചതെന്നുള്ള അറിയാൻ കഴിയുന്നത് പോലീസിന് മാത്രമാണ്. അതിനകത്ത് ലൈക്കോ എന്നെ കൊന്ന ചെയ്തില്ലല്ലോ. എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ പെൺകുട്ടി ജീവൻ കളഞ്ഞു പോയതിൻ്റെ കാരണം അവരുടെ ഉള്ളിലെ പെയിനായിരിക്കാം. ഇത്രയും സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കര ആക്റ്റീവായി കാണിച്ചപ്പോൾ നിങ്ങളും വിചാരിക്കും, നമ്മളും വിചാരിക്കും, എല്ലാവരും വിചാരിക്കും ഉള്ളിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. അതായത് മിഞ്ഞാന്ന് എന്റെ കയ്യിൽ നിന്ന് ഒരു ബക്കറ്റ് വീണിട്ട് പൊട്ടേന്. അപ്പൊ മനുഷ്യൻ ഏറ്റവും ദുർബലനാവുന്നത് സത്യം പറഞ്ഞാൽ പൈസ ഇല്ലാതാവുന്ന സമയത്തോ ഭക്ഷണം കിട്ടാതാവുന്ന സമയത്തോ ഒന്നുമല്ല. ദുർബലനാവുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഹൃദയത്തിൻ്റെ ജീവനായിട്ട് കണ്ട ആരെങ്കിലും നമ്മളെ വിട്ടു പിരിയുമ്പോഴാണ് ഏറ്റവും ദുർബലനായിട്ട് മാറുന്നത്. ആ ദൗർബല്യമാണ്. ഇപ്പം പണം ഇല്ല എന്നുള്ള കാരണം കൊണ്ട് കടം കയറിയിട്ട് ആൾക്കാർ പല സാഹചര്യങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ട്. അതിന് വ്യക്തമായ കാരണം കൊണ്ട് മാനസിക സംഘർഷം ഒക്കെ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറച്ചധികം ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്ത് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് കാരണമാണ്. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും അതിനുശേഷം അവസാനം അയാൾ വേറൊരാളെ ഇതാവുകയും ചെയ്തിട്ടും ഈ കുട്ടി ഒരു നിമിഷം തമസ്കരിക്കുകയും ആ കുട്ടിയുടെ ലൈഫ് തന്നെ പോകുന്നൊരു സാഹചര്യം എത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ. പാർക്ക് പോയി, ആ കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സിന് പോയി, അഥവാ അമ്മയ്ക്ക് അച്ഛനെയൊക്കെ പോയി. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അന്വേഷണത്തിൻ്റെ അകത്ത് പരിധിയിലിരിക്കുന്നൊരു വിഷയമാണ്. അതിനകത്ത് തന്നെ ഇവർ ജോയിൻ്റ് പെറ്റീഷൻ അഥവാ നമ്മുടെ ഡിവോഴ്സിൻ്റെ ജോയിൻറ്റ് പെറ്റീഷനിൽ ജോയിൻ്റായിട്ട് സൈൻ ചെയ്തു എന്നൊക്കെയാണ് അറിയുന്നത്. മ്യൂച്വലായിട്ട് ഡിവോഴ്സിന് സൈൻ ചെയ്തു എന്നറിയുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ആൾ മറ്റൊരാൾക്കൊപ്പം ഒരു ജീവിതം തുടങ്ങി വെച്ച് കഴിഞ്ഞു. അപ്പം ഈ കുട്ടി സ്വന്തം ജീവിതം ഒടുക്കിയിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയി കഴിഞ്ഞു. പലതൊക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ആരുടെയും ജീവിതത്തിൽ വരികയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ള തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ്. അങ്ങനെ പോകാനെടുക്കുന്ന എഫർട്ടിൻ്റെ 100% മതി. നിങ്ങൾക്കിവിടെ ജീവിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. നീയല്ല, നിൻ്റെ മറ്റവൻ പോയാലും അല്ലെങ്കിൽ നിൻ്റെ മറ്റവൾ പോയാലും ഞാൻ ജീവിക്കുമെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളെല്ലാവരും ചെറിയൊരു ജീവിതം ജീവിക്കാനാണ് വന്നത്. നമുക്ക് ആർക്കും എന്ന് സ്ഥായിയായിട്ട് ഇവിടെ ആരുമില്ല. സ്വന്തം അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. സ്വന്തം അച്ഛൻ മരണപ്പെട്ടു എന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുകാലം മുതൽ കൊണ്ടുവന്ന് ഗർഭിണിയായ അമ്മ നമുക്ക് ജീവൻ തന്ന് അമ്മ മുലയൂട്ടി വളർത്തി വലുതാക്കി അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അധികം ആരും സംഭവിച്ചു. പക്ഷേ ഒരു ജീവനായിട്ട് കണ്ട ആ ഒരു സംഭവം ഒരു ഭാഗം പോയതുപോലെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വാക്കുകൊണ്ട് മുഴുമിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്.
അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. അല്ലാതെ ഇങ്ങനെയുള്ള വഴികളിലൂടെ നടന്ന് ഇതുപോലുള്ള ഒന്നും പറയാനില്ല. സത്യം പുറത്തു വരട്ടെ. ആ കുട്ടിയുടെ ഇതിനൊരു വ്യക്തമായൊരു കാരണമുണ്ട്. അതിനൊരു കാരണക്കാരനുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ കിട്ടണം. ഓക്കെ, തക്കതായ ശിക്ഷ കിട്ടണം. അത്ര പറയാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പ്രണയിക്കുന്നവരും മറ്റെന്തെങ്കിലും തരത്തിൽ മറ്റ് ബന്ധങ്ങളുള്ളവരും നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ടും നിങ്ങളെ വിട്ടുപോകുന്നൊരു സാഹചര്യം വന്നാൽ പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ ചുറ്റുപാടും ഇത് പോയാൽ ഈ ആബ്സെൻസ് ഫില്ല് ചെയ്യാൻ വേറെ വരും. കുറച്ച് ടൈം എടുക്കും, ഹീലിംഗ് ടൈം. പിടിച്ചു നിൽക്കുക. ഇതല്ല വഴി. നമ്മളിവിടെ ജീവിക്കാനാണ് വന്നത്. ഒരു ദിവസം നമ്മൾ പോവും, അന്ന് പോട്ടെ, അതുവരെ ജീവിക്കുക. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണാം.